ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ആദ്യത്തെ പരീക്ഷണമായ നെയ്ച്ചോറാണ്. അതും മലാവിയിലെ ഫേമസ് കിലംബെറോ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കാഷ്യൂനട്ടും കിസ്മിസും ആഡ് ചെയ്യാം. കിസ്മിസ് ഫ്രൈ ആയി ബലൂൺ പോലെ പൊങ്ങി വരുമ്പോൾ ഇതെല്ലാം കോരി മാറ്റാം. അതേ ഓയിലിൽ കുറച്ച് കറിവേപ്പില കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ട് ഓയിലും കുറച്ച് നെയ്യും ആഡ് ചെയ്യാം. ഇനി സ്പൈസസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഏലയ്ക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ് ഒക്കെയാണ് ആഡ് ചെയ്യുന്നത്. സ്പൈസസ് എല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് സവാളയും ക്യാരറ്റും ആഡ് ചെയ്യാം. അതൊന്ന് കുറച്ച് വഴന്നു വരുമ്പോഴത്തേക്കിന് കഴുകി വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്യാം. അയ്യോ, കുരുമുളക് മറന്നുപോയി. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ ഗൈസ്, മിസ്റ്റേക്ക് ഒക്കെ എക്സ്പെക്റ്റഡ് ആണ്. നമ്മളിവിടെ ജീരകശാല റൈസ് കിട്ടാത്തത് കൊണ്ട് മലാവിയിലെ ഫേമസ് കിലംബെറോ റൈസ് ആണ് യൂസ് ചെയ്യുന്നത്. മലയാളി നെയ്ച്ചോറിന് ആഫ്രിക്കൻ ട്വിസ്റ്റ്. അതെങ്ങനെയുണ്ട്? അരി നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വെള്ളം ചേർക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഉപ്പ്, കുറച്ച് നെയ്യ്, ലെമൺ ജ്യൂസ് എല്ലാം ആഡ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത ഐറ്റംസ് മുകളിൽ ആഡ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അതിനുശേഷം നല്ല ചൂടോടെ സെർവ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ആദ്യത്തെ അറ്റംപ്റ്റ് ആയിട്ടും നെയ്ച്ചോറ് എന്നെ ചതിച്ചില്ല ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.